സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ. റൂട്ടസ് കാലിക്കറ്റ്. മലയാള സാഹിത്യം 1. കേരള ഹെമിംഗ്വേ എന്ന് വിശേഷിപ്പിക്കുന്നതാരെയാണ്? ഉത്തരം ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ. 2. പ്രണയത്തിന്റെ അധരസിന്ദൂരം കൊണ്ട് എഴുതിയ കഥ എന്ന് കെ പി അപ്പൻ വിശേഷിപ്പിച്ച ടി പത്മനാഭന്റെ രചന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഗൗരി. 3. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. 4. മതിയെ ഇങ്ങനെ കാണുന്ന നേരത്ത് എന്ന കഥാസമാഹാരം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. 5. ഹിഗ്വിറ്റ എന്ന കഥയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി എൻ എസ് മാധവൻ. 6. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഓപ്ഷൻ സി യു എ ഖാദർ. 7. കാതികന്റെ പണിപ്പുര ആരുടെ രചനയാണ്? ഉത്തരം ഓപ്ഷൻ സി എം ടി. 8. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ എ വർത്തമാന പുസ്തകം. 9. മലയാളത്തിന്റെ മൗന നൊമ്പരം എന്നറിയപ്പെടുന്ന കഥാകാരി ആര്? ഉത്തരം ഓപ്ഷൻ ഡി രാജലക്ഷ്മി. 10. എഴുത്തച്ഛൻ പുരസ്കാര തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 5 ലക്ഷം. 11. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് ആനുകാലികത്തിൽ ആണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ വിദ്യാവിനോദിനി. 12. ഒ വി വിജയന്റെ കടൽത്തീരത്ത് എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ആര്? ഉത്തരം ഓപ്ഷൻ ബി വെള്ളായിയപ്പൻ. 13. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സംക്ഷേപവേദാർത്ഥം. 14. പ്രഥമ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അഗ്നിസാക്ഷി. 15. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ആർ പി പരമേശ്വര മേനോൻ. 16. ബിലാത്തി വിശേഷം എന്ന യാത്രാവിവരണ കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി കെ പി കേശവമേനോൻ. 17. പൊൻകുന്നം വർക്കിയുടെ നിരോധിക്കപ്പെട്ട കഥ ഏത്? ഉത്തരം ഓപ്ഷൻ എ മോഡല്. 18. ഒ ചന്തുമേനോന്റെ അപൂർണ നോവൽ ഏത്? ഉത്തരം ഓപ്ഷൻ എ ശാരദ. 19. പുന്നപ്ര വയലാർ സമരം ആധാരമാക്കി തലയോട് എന്ന നോവൽ രചിച്ചത് ആര്?
ഉത്തരം ഓപ്ഷൻ എ തകഴി. 20. മലയാളത്തിലെ ആദ്യ നാടകകൃതിയായി കരുതപ്പെടുന്ന ആൾമാറാട്ടം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. 21. ഏതു മലയാള നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണി പാടം? ഉത്തരം ഓപ്ഷൻ എ ഒരു ദേശത്തിന്റെ കഥ. 22. നോവലിന്റെയും നാടകത്തിന്റെയും രൂപഭാവങ്ങളോടെ എസ്.കെ. പൊറ്റക്കാട് രചിച്ച കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴയുടെ മക്കൾ. 23. കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പഴക്കമുള്ള മലയാള ഗദ്യകൃതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ഭാഷാകൗലിയം. 24. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏട് എന്ന് എം.പി. പോൾ വിശേഷിപ്പിച്ചത് ഏത് നോവലിനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ബാല്യകാലസഖി. 25. ആനന്ദ് രചിച്ച ആൾക്കൂട്ടം എന്ന നോവലിന്റെ പശ്ചാത്തലം ഏത് നഗരമാണ്? ഉത്തരം ഓപ്ഷൻ എ മുംബൈ.